തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിക്കെതിരെ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി നടത്തിയ പ്രസ്താവന അപലപനീയമെന്ന് ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ്. ബി.ജെ.പി. കൈയും കെട്ടി നോക്കി നിൽക്കില്ല. പൊളിറ്റിക്കൽ ഇസ്ലാമിനു വേണ്ടി കുഴലൂത്ത് നടത്തുന്നത് CPM-ഉം ഡിവൈഎഫ്ഐയുമാണ്. വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ആരോപണം തൃശൂർ ജനതയെ അപമാനിക്കുന്നതിന് തുല്യമെന്നും ഷോൺ ജോർജ് ചൂണ്ടിക്കാട്ടി. മിഥുൻ അയ്യപ്പൻ ചേരുന്നു വിവരങ്ങളുമായി. മിഥുൻ, പൊളിറ്റിക്കൽ ഇസ്ലാം എത്ര കണ്ട് ശക്തമാണ്, അല്ലെങ്കിൽ കേരളത്തിന്റെ വിവിധ വിഷയങ്ങളിൽ എത്രത്തോളം ശക്തമായാണ് പൊളിറ്റിക്കൽ ഇസ്ലാം ഇടപെടുന്നത്, എത്രത്തോളം സ്വാധീനമുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ്. ഇപ്പോൾ തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിക്കെതിരെ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി നടത്തിയ പ്രസ്താവനയടക്കം ഇതിന്റെ ഭാഗമാണെന്നും ഈ പ്രസ്താവന അപലപനീയമാണെന്നും ഇപ്പോൾ ഷോൺ ജോർജ് വ്യക്തമാക്കിയിരിക്കുന്നു. ബി.ജെ.പി. ഇത് കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്ന് വ്യക്തമാക്കുന്നു. നമുക്കറിയാം, ഇതിനു മുമ്പ് പാലാ ബിഷപ്പിനെതിരെ ഉണ്ടായ വിമർശനവും പ്രതിഷേധവുമെല്ലാം ബി.ജെ.പി. പ്രവർത്തകരുമെല്ലാം കൂടി ചേർന്നാണ് പ്രതിരോധിച്ചതും ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിയതുമെല്ലാം. ഇപ്പോൾ പാംപ്ലാനിക്കെതിരെയുള്ള ഇത്തരം നീക്കങ്ങളെയും കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ബി.ജെ.പി. തയ്യാറാകില്ല. ബി.ജെ.പി. കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തും. ഇത്തരത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിന് വേണ്ടി കുഴലൂത്ത് നടത്തുന്നത് CPM-ഉം ഡിവൈഎഫ്ഐയുമാണ് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഷോൺ ജോർജ്. ഡിവൈഎഫ്ഐ ഇത്തരത്തിൽ പാമ്പാനിക്കെതിരെ നടത്തിയ പ്രസ്താവനകളിൽ കേരള കോൺഗ്രസ് എം അതിന്റെ നിലപാട് എന്താണെന്ന് വ്യക്തമാക്കണമെന്ന് ഷോൺ ജോർജ് വ്യക്തമാക്കിയിരിക്കുന്നു. ഇതിനു മുമ്പ് പിണറായി വിജയനും അതുപോലെ തന്നെ സമാനമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വ്യക്തമാകുന്നത് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭാഗമായി ഇവരെല്ലാം പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. മറ്റൊന്ന്, ഈ തൃശ്ശൂരിലെ വോട്ടർമാരുടെ വിഷയവുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ ഉയർന്നിരുന്നു. സുരേഷ് ഗോപിക്ക് ലഭിച്ച വോട്ടുകൾ കൃത്രിമ വോട്ടുകൾ എന്നടക്കം വ്യക്തമാക്കിക്കൊണ്ടുള്ള അല്ലെങ്കിൽ ആരോപിച്ചുകൊണ്ടുള്ള വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ഇത് പരാതിയുണ്ടോ എന്നാണ് ഷോൺ ജോർജ് ഇക്കാര്യത്തിൽ ചോദിക്കുന്നത്. നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിയോട് ചോദിച്ച അതേ ചോദ്യം തന്നെയാണ്. പരാതിയുണ്ടോ, ഉണ്ടെങ്കിൽ തെളിവുകളടക്കം നൽകുക എന്നുള്ള അതേ ചോദ്യം തന്നെ ഷോൺ ജോർജ് ഇവിടെ തിരികെ ചോദിച്ചിരിക്കുന്നു. തൃശ്ശൂരിലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് സംബന്ധിച്ച് പരാതിയുണ്ടോ, ഉണ്ടെങ്കിൽ അതിന് അനുസൃതമായിട്ടുള്ള നടപടിയിലേക്ക് നീങ്ങണം. തൃശ്ശൂർ ജനതയെ അപമാനിക്കുന്നത് തുല്യമാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. മറ്റൊന്ന്, ഛത്തീസ്ഗഡിൽ ഉണ്ടായ വിഷയങ്ങൾ അത് ജുഡീഷ്യൽ കസ്റ്റഡിയിലായതാണ് വിഷയങ്ങൾ ഇത്തരത്തിൽ കുഴപ്പമായത്. ചെറുതും വലുതുമായി ഉണ്ടായ ഇത്തരം സംഭവങ്ങൾ അത് ഉണ്ടാകാതിരിക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടാകുമ്പോൾ തിരുത്തുക എന്നതാണ് ചെയ്യാൻ കഴിയുന്നത്. അത് കൃത്യമായി ഈ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീ വിഷയത്തിൽ ബി.ജെ.പി. ചെയ്തു കഴിഞ്ഞു. അതിൽ ഇടപെട്ട് അത് കൃത്യമായിട്ടുള്ള നടപടിയിലേക്ക് നീങ്ങുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ഷോൺ ജോർജ് കോട്ടയത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്.